ഇത്രയും പ്രതിഭാധനരായിട്ടുള്ള ഡിസൈനേഴ്സ് രംഗത്ത് നിലനിന്നിരുന്നൊരു കാലത്ത് രംഗത്ത് വരുമ്പോൾ എങ്ങനെയാണ് അവരെ അതിശയിക്കുന്ന പോസ്റ്ററിൻ്റെ ഡിസൈൻ ആ ചിന്തകളിലേക്ക് വരുന്നത്? എന്തെങ്കിലും ഇൻസ്പിറേഷൻസ് വേറെ എവിടെ നിന്നെങ്കിലും? ഫോട്ടോഗ്രാഫിയൊക്കെ വളരെ വിലപിടിപ്പുള്ളൊരു വസ്തുതയായിട്ട് കണക്കാക്കിയിരുന്നൊരു കാലത്ത് ഒരു പടത്തിന്, ഒരു സിനിമയ്ക്ക് എടുക്കുക ഒരു 100 സ്റ്റില്ലെടുത്താൽ മതി എന്ന് പ്രൊഡ്യൂസേഴ്സ് പറഞ്ഞുകൊണ്ടിരുന്നൊരു കാലമുണ്ട്. കാരണം അതിൽ കൂടുതൽ അവർക്ക് അഫോർഡ് ചെയ്യാൻ പറ്റില്ല. 100 സ്റ്റില്ല് അല്ലെങ്കിൽ ഏറിയാൽ 150 സ്റ്റില്ല്. അപ്പോൾ അന്നത്തെ പോസ്റ്റർ എന്ന് പറഞ്ഞാൽ ഒരു 6 ഷീറ്റ്, 6 ഷീറ്റുകൾ ചേർത്തൊട്ടിക്കുന്ന ഒരു 6 ഷീറ്റ് പോസ്റ്റർ, പിന്നെ ഒരു 4 ഷീറ്റ് പോസ്റ്റർ, ചെറിയ 2 30-40, 2 20-30 എന്ന് പറഞ്ഞാണ് പ്രൊഡ്യൂസേഴ്സ് വരുന്നത്. അപ്പോൾ ലിമിറ്റഡാണ്, ഇത്രയും പോസ്റ്റേഴ്സ് ചെയ്താൽ മതി. അതിൽ ഒരു 30-40 എന്ന് പറഞ്ഞാൽ നായക നടൻ്റെ ഇത്രയേ ഉള്ളൊരു മുഖം, അതിൻ്റെ സൈഡിലൊരു പെണ്ണ് നിൽക്കുന്നു, നായിക നിൽക്കുന്നു, അല്ലെങ്കിൽ നായികയുടെ ഇത്രയുള്ള മുഖം, അതിൻ്റെ സൈഡിൽ ആണ് നിൽക്കുന്നു, മെയിൽ ക്യാരക്ടർ നിൽക്കുന്നു. ഇതാണ് 2 30-40 എന്ന് പറയുന്നത്. അതിൻ്റെ ആവശ്യമുള്ളൂ. അതാണ് ഏതൊക്കെ ആർട്ടിസ്റ്റ് പടത്തിലുണ്ട് അവരുടെ സൗന്ദര്യമുള്ള മുഖം കാണിക്കുക എന്നുള്ളതായിരുന്നു അന്നത്തെ ഒരു സിസ്റ്റം. അന്ന് അത്ര സ്റ്റിൽസിൻ്റെ ആവശ്യമേ ഉള്ളൂ. അത് കഴിഞ്ഞ് ഈ ഡിസ്ട്രിബ്യൂട്ടറെ ഒന്ന് വീഴിച്ചെടുക്കുക പടം വിതരണത്തിന് വേണ്ടിയിട്ട്, അങ്ങനെയൊക്കെയുള്ള സമയം വന്നു. പിന്നെ ഔട്ട്സൈഡ് കേരള വിൽക്കുക, അങ്ങനെയൊക്കെ വന്നപ്പോഴാണ് ഈ ആൽബം കാണിച്ചൊന്ന് ബാക്കിയുള്ളവരെ വിരട്ടുക എന്ന് പറയുന്ന സങ്കല്പം ഉണ്ടായപ്പോഴാണ് വലിയ ആൽബങ്ങൾ ഉണ്ടാകാൻ തുടങ്ങുന്നത്. ഒരാൽബം എടുത്തുകൊണ്ട് പോകുക എന്ന് പറഞ്ഞാൽ തന്നെ 2 പേരുടെ സഹായം വേണ്ടി വരും. ആ വലുപ്പത്തിലുള്ള ആൽബങ്ങളൊക്കെ വരുന്നത്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ കളർ ഫോട്ടോഗ്രാഫി, ഈ ആദ്യ കാലത്ത് കളർ ഫോട്ടോഗ്രാഫി ഇല്ല. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോകൾ എടുത്തിട്ട് അത് നസീറിൻ്റെ, പ്രേം നസീറിൻ്റെ തലയാണെങ്കിൽ അത് 38 ഇഞ്ച് ഹൈറ്റിൽ ക്ലോസപ്പ് എടുത്തിട്ട് അതിനോട് മാച്ച് ചെയ്യുന്ന രീതിയിൽ 40 ഇഞ്ചിൻ്റെ ഷീലയുടെ ഒരു ഫുൾ ഫിഗർ ഇത് കളർ ചെയ്യണമെങ്കിൽ വലിയ ഡിഷിൽ അതിൻ്റെ കെമിക്കൽസ് ഒഴിച്ചിട്ട് ഈ പ്രിൻ്റ് അതിലിട്ട് പതുക്കെ ഇളക്കി ഇതിൻ്റെ ടോൺ മാറ്റിയിട്ട്, പിന്നെ അത് വളരെ ശ്രമകരമായ ജോലിയാണ്. ഈ ഓരോ സ്റ്റില്ലെടുത്ത് ഉണക്കിയിട്ട് പകുതി ഉണങ്ങി കഴിയുമ്പം അതിൻ്റെ മുകളിൽ ട്രാൻസ്പെറൻറ്റ് കളേഴ്സ് ഉപയോഗിച്ച് ഈ പറഞ്ഞ ആർട്ടിസ്റ്റുകളെല്ലാം എസ് എ നായരും പി എൻ മേനോനും രാധാകൃഷ്ണനും കിത്തോ അടക്കമുള്ള എല്ലാ ആർട്ടിസ്റ്റുകളും വളരെ ശ്രമകരമായ ജോലിയാണ്. ഓരോ ടോൺ ഫ്ലഷ് ടിൻ്റ് ആണെങ്കിൽ അതൊന്ന് അപ്ലൈ ചെയ്ത് അതിൻ്റെ മുകളിൽ അടുത്ത കളർ അപ്ലൈ ചെയ്ത് അടുത്ത കളർ അപ്ലൈ ചെയ്ത് അങ്ങനെ കളർ ഫോട്ടോഗ്രാഫാക്കിയിട്ട് കൺവേർട്ട് ചെയ്തെടുക്കുന്ന ഒരു കാലമായിരുന്നു. അത് കഴിഞ്ഞ് ഞാനൊക്കെ തുടങ്ങുന്ന സമയമായപ്പോഴത്തേക്കും കളർ ഫോട്ടോഗ്രാഫി വളരെ സുലഭമായിട്ടുള്ളൊരിതായി. അതിൻ്റെ കോസ്റ്റ് കൂടുതലാണ്, എന്നാൽ തന്നെ കളറിൽ ഫോട്ടോ വരുമ്പോൾ ആ ഭംഗി എന്തൊക്കെ പറഞ്ഞാലും ബ്ലാക്ക് ആൻഡ് വൈറ്റ് കളർ ചെയ്തെടുക്കുന്നതിനേക്കാൾ കൂടുതൽ ഭംഗി ഉണ്ടാവുമല്ലോ. അങ്ങനെ ചില സൗകര്യങ്ങൾ കിട്ടിയ തലമുറയുടെ ആദ്യത്തെ ആളാണ് ഞാൻ. ന്യൂഡൽഹിയെയും രാജാവിന്റെ മകനെയും പ്രേക്ഷകർക്ക് മുന്നിൽ വിളംബരം ചെയ്തത് അശോകന്റെ പോസ്റ്ററുകളാണ്. പോസ്റ്ററുകളുടെ ഊർജം തിരിച്ചറിഞ്ഞ പ്രേക്ഷകൻ ചിത്രങ്ങൾ കാണാൻ ഇരച്ചു കയറി. രസകരമായിട്ടുള്ള ഒരു കഥ, അത് പ്രൊജക്റ്റ് ചെയ്യപ്പെടേണ്ട രീതി എന്താണെന്ന് പലപ്പോഴും ഒരു ഫിലിം മേക്കർക്കോ അല്ലെങ്കിൽ പ്രൊഡ്യൂസർക്കോ ചിലപ്പോൾ അറിഞ്ഞുകൂടാന്ന് വരാം. ഏത് ആംഗിളാണ് അതിൽ സെല്ലിംഗ് പോയിൻ്റ് എന്നുള്ളത്, സ്വന്തം പ്രോഡക്റ്റിൻ്റെ സെല്ലിംഗ് പോയിൻ്റ് എന്താണെന്നുള്ളത് ചിലപ്പോൾ ചെയ്ത ക്രിയേറ്റർക്കോ അല്ലെങ്കിൽ അതിന് പണം മുടക്കിയ ആൾക്കോ അറിഞ്ഞുകൊള്ളണമെന്നില്ല. ഒരു മൂന്നാമത്തെ ഒരാളുടെ വീക്ഷണത്തിലായിരിക്കും ചിലപ്പോൾ ഇതാണ് ഇതിലെ സെല്ലിംഗ് പോയിൻ്റ് എന്നുള്ളത് കണ്ടെത്താൻ പറ്റുന്നുണ്ട്. നമ്മൾ കാണാത്ത ഒരു ആംഗിള് ആ സിനിമയ്ക്ക് കാണാത്ത ഒരു ഏരിയ പ്രൊജക്റ്റ് ചെയ്യുക, അങ്ങനെ എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഇപ്പോൾ പറയുന്ന സൂപ്പർ താരങ്ങൾ എന്ന് പറയുന്ന ആ വിഭാഗത്തിൽ വരുന്ന ആർട്ടിസ്റ്റുകളാണെന്നുണ്ടെങ്കിൽ അവരുടെ ഭംഗിയുള്ള അല്ലെങ്കിൽ ആക്ഷൻ നിറഞ്ഞു നിൽക്കുന്ന ഒരു രൂപം കാണാനായിരിക്കും പ്രേക്ഷകർ ഇഷ്ടപ്പെടുന്നത്. അതിൻ്റെ ഉദാഹരണം എന്ന് പറഞ്ഞാൽ രാജാവിൻ്റെ മകനിൽ ഒരു വലിയ മെഷീൻ ഗണ്ണും ഒക്കെ പിടിച്ചിട്ട് ഒരു ഓവർകോട്ടും ഒക്കെ ഇട്ട് മോഹൻലാൽ ഇപ്പോൾ വെടി പൊട്ടിക്കും എന്ന് പറയുന്ന അവസ്ഥയിൽ നിൽക്കുന്ന ഒരു സ്റ്റില്ല്, അതിന് ഒരു ഓഡിയൻസിനെ തിയേറ്ററിൻ്റെ അകത്ത് കയറ് എന്ന് പറയുന്ന ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റും. 20-ാം നൂറ്റാണ്ടെന്ന് പറയുന്ന പടം വരുമ്പോൾ അതിൽ ഒരു പൈലറ്റിൻ്റെ വേഷത്തിൽ അതിൽ മോഹൻലാലൊരു ചെറിയ പിസ്റ്റളൊക്കെ പിടിച്ചിട്ട് നിൽക്കുമ്പോഴത്തേക്ക് ഇയാളുടെ ഈ ടൈ ഇങ്ങനെ പറന്ന് കിടക്കുന്നൊരു സാധനമുണ്ട്. ഭയങ്കര പവർഫുള്ളായിട്ടുള്ള സ്റ്റില്ലായിരുന്നു. അതിപ്പോഴും ആൾക്കാർ ഓർത്തിരിക്കുന്ന ഒരു ഡിസൈനാണ്. അങ്ങനെ പവർഫുള്ളായിട്ടുള്ള, അപ്പം ഒടിഞ്ഞ ഒരു കാല് ദുർബലമാണ്, ചലനശേഷി നഷ്ടപ്പെട്ടൊരു കാലും ഒരു കൈയും ഒടിഞ്ഞതാണ്. ആ മനുഷ്യൻ കാലിൽ ഇതിനെ സപ്പോർട്ട് ചെയ്യാനുള്ള ഷൂസും ഒക്കെ ഇട്ട് ഒരു ഊന്നുവടിയൊക്കെ പിടിച്ചിട്ട് കിടക്കുന്നതാണ് മമ്മൂട്ടി ന്യൂഡൽഹിയിൽ ചെയ്ത വേഷം. പക്ഷേ ആ സ്റ്റില്ലിനൊരു പവറുണ്ട്, ഓഡിയൻസിനെ പിടിച്ചെടുക്കാൻ പറ്റുന്ന അതുപോലുള്ള സ്റ്റില്ലുകൾ. അതെന്തോ അത്തരം സ്റ്റില്ലുകളാണ് ഞാൻ സെലക്ട് ചെയ്യാറുള്ളത്. കൂടെവിടയിൽ നിന്നും മൈഡിയർ കുട്ടിച്ചാത്തന്റെ പോസ്റ്ററുകളിലേക്ക് എത്തുന്നത് കേവലം 8 മാസങ്ങൾക്കിടയിലാണ്. ആ കാലയളവിനുള്ളിൽ അദ്ദേഹം 10ഓളം ചിത്രങ്ങൾക്ക് പോസ്റ്റർ വരച്ചു. അവയിൽ 8ഉം സൂപ്പർ ഹിറ്റുകളാണ്. പിന്നീട് വന്ന പ്രധാനപ്പെട്ട സിനിമകൾ ഏതൊക്കെയായിരുന്നു എന്ന് ഓർക്കാൻ പറ്റും? ആദ്യം
ചെയ്ത 10 പടം, ആദ്യത്തെ കൂടെവിടെയായിരുന്നു 10ാമത്തെ മൈ ഡിയർ കുട്ടിച്ചാത്തനായിരുന്നു. ഇന്ത്യയിലെ ആദ്യത്തെ 3D പടമാണ്. ആ കാലഘട്ടമായിരുന്നു മലയാള സിനിമയുടെ ഏറ്റവും നല്ല കാലഘട്ടം എന്ന് ഞാൻ വിശ്വസിക്കുന്നത്. ഏറ്റവും നല്ല കഥകൾ, വ്യത്യസ്തങ്ങളായിട്ടുള്ള സിനിമകൾ, നല്ല കഴിവുള്ള സംവിധായകർ, ഒരുപാട് പ്രഗത്ഭരായിട്ടുള്ള തിരക്കഥാകൃത്തുക്കൾ. അപ്പോൾ ആ കാലഘട്ടത്തിൽ ജോലി ചെയ്ത ഒരാൾ ഇപ്പോൾ സിനിമയെ എങ്ങനെ നോക്കിക്കാണുന്നുണ്ട്? അതും കാലഘട്ടത്തിൻ്റെ ഒരു പ്രശ്നം എന്നാണ് പലരും പറയുന്നത്. യൂത്ത് ഓറിയൻറ്റഡ് സബ്ജക്റ്റുകൾ എന്നൊക്കെ പറയുന്നുണ്ട്. എനിക്കതൊട്ടും ദഹിക്കാത്തൊരു കാര്യമാണ്. യൂത്ത് എന്ന് പറഞ്ഞാൽ 4 ചെറുപ്പക്കാർ ജീൻസ് ഇട്ടിട്ട് ടീഷർട്ട് ഇട്ട് ഇവർ ചാടി നിൽക്കുന്നു, ആകാശ നീലിമ പശ്ചാത്തലം, 5-6 ബലൂണും കുറേ ജോമെട്രിക്കൽ ഷേപ്പുകൾ ബാക്ക്ഗ്രൗണ്ടിൽ. ഇത് യൂത്താണെന്ന് പറയുന്നതിനോട് എനിക്ക് യാതൊരു യോജിപ്പില്ല. അത് കണ്ടു കഴിഞ്ഞാൽ ഒന്നും പ്രേക്ഷകരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നില്ല. ഒരേ ടൈറ്റിൽ പോലെ തന്നെ അടുത്ത ടൈറ്റിൽ എഴുതുന്നു, സാമ്യമുള്ള പേരുകൾ. ഇതിൽ ഈ ആർട്ടിസ്റ്റുകൾ ഈ പോസ്റ്റർ ഏതിൻ്റെയാണ്, മറ്റേ പടത്തിൻ്റെ ആണോ ഇതിൻ്റെ ആണോ എന്ന് വ്യക്തമായിട്ട് തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിൽ വന്നിരിക്കുന്നു എന്നുള്ള വളരെ ഖേദകരമായിട്ടുള്ളൊരു കാര്യമാണ്. എങ്ങനെയാണ് ഈ ടെക്നോളജിയെ ചേസ് ചെയ്തത്? എനിക്ക് തോന്നുന്നു അതൊരു വായനയുടെ ഒരു അംശമുണ്ട്. വായന, പിന്നെ ഡിസൈൻ സംബന്ധമായിട്ടുള്ള ഒത്തിരി ബുക്കുകൾ കിട്ടും. ബ്ലാക്ക് ബുക്ക്, മറ്റേ ഡിസൈനേഴ്സ് ഇൻഡെക്സ് എന്നൊക്കെ പറഞ്ഞ് വിദേശത്ത് ഇറങ്ങുന്ന ഒത്തിരി കൊമേഴ്സ്യൽ പ്രോഡക്റ്റുകളുടെ, സിനിമയുടെ അതിൻ്റെ വളരെ കുറച്ചേ ഞാൻ കണ്ടിട്ടുള്ളൂ, കൊമേഴ്സ്യൽ പ്രോഡക്റ്റുകളെ കുറിച്ച് വരുന്ന ബുക്കുകളുണ്ട്. അപ്പോൾ അത്തരം ബുക്കുകൾ വാങ്ങിച്ച്, നല്ല വിലയുള്ള ബുക്കുകളാണ്, അത് വാങ്ങിച്ച് എല്ലാം റെഫർ ചെയ്യുന്നൊരു സ്വഭാവം ഉണ്ടായിരുന്നു. അപ്പം പുതിയ ട്രെൻഡുകൾ അറിയാൻ പറ്റും. അപ്പോൾ അതിനോട് കിടപിടിക്കുന്ന സാധനങ്ങൾ ചെയ്യണമെന്ന് പലപ്പോഴും വിജയിച്ചിട്ടില്ല. അത് നമ്മുടെ ഇവിടുത്തെ ചെറിയ സാഹചര്യങ്ങളിൽ നിന്നുകൊണ്ട് അതിന് പണം മുടക്കാനായിട്ട് ആർക്കും ഇല്ല. അങ്ങനെ വിജയിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ പോലും അതുമായിട്ട് കമ്പയർ ചെയ്യത്തക്ക രീതിയിലുള്ള കുറേ വർക്കുകൾ ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളൊരു അഭിമാനമുണ്ട് എനിക്ക്. 6-ാം തമ്പുരാൻ എന്ന് പറഞ്ഞ പടം വരുമ്പോൾ അതിൽ മോഹൻലാലിൻ്റെ തല വെച്ചൊരു ഗോൾഡ് കോയിൻ, ഒരു നാണയം പോലെ ഉണ്ടാക്കിയെടുത്തു. അതിൽ 6-ാം തമ്പുരാൻ എന്നൊക്കെ കാസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പോലത്തെ ഒരു നാണയം ഉണ്ടാക്കിയെടുത്തു. അത്തരം ഒരു വർക്ക് ഒരു ക്രിയേറ്റീവ് ബ്ലാക്ക് ബുക്കിലോ ഒന്നിലും കണ്ടിട്ടില്ല. അപ്പോൾ അതൊക്കെ അഭിമാനപൂർവ്വം പറയാൻ പറ്റുന്ന കാര്യങ്ങളാണ്.